ഇന്ന് ലോക സ്ത്രീധന വിരുദ്ധ ദിനമാണ്. സ്ത്രീധനത്തിനെതിരെയും സ്ത്രീധന പീഡനത്തിനെതിരെയും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവംബർ 26 സ്ത്രീധന വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. മെയ് 20 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കാനായാണ് നിയമം പാസാക്കിയത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ത്രീധന സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് പരിഷ്കൃത സമൂഹമെന്ന നിലയിൽ നമുക്ക് അപമാനമാണ്. നിയമം കർശനമായപ്പോൾ പാരിതോഷികം എന്ന പേരിൽ ഇന്നും തുടർന്നു പോരുന്നു. ഇന്ത്യൻ സ്ത്രീകളുടെ ആത്മഹത്യകളിൽ പകുതിയോളവും സ്ത്രീധന പീഡനത്തെ തുടർന്നാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൊല്ലം അഞ്ചലിലെ ഉത്തരയും നിലമേൽ സ്വദേശിനി വിസ്മയയും തിരുവനന്തപുരത്തെ ഡോക്ടർ ഷഹനയും കേരളത്തിലെ സ്ത്രീധന പീഡനങ്ങളുടെ ഇരകളായിരുന്നു. സ്ത്രീധനം ആവശ്യപ്പെടുന്നത് 5 വർഷം വരെ തടവും 10,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. സ്ത്രീധനം നൽകുന്നതും കുറ്റകരമാണ്. ലിംഗസമത്വം ഉറപ്പാക്കുന്നതിൽ സുപ്രധാന ചുവടുവയ്പാണ് സ്ത്രീധന നിരോധനം. പഴഞ്ചൻ ബോധ്യങ്ങളിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുന്ന ഈ അനാചാരത്തിൽ നിന്ന് നമുക്ക് മുക്തിയുണ്ടാകൂ. റിസർച്ച് ഡെസ്ക് 24.